രാംദേവ് ഫോൺ ഉടനെ കട്ട് ചെയ്ത് കളഞ്ഞു. നീലിമ അപ്പോൾ അയാളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ക്യാബിനിലെ ചെയറിൽ ചെന്നിരുന്നു. രാംദേവിനെ പോലെ ഒരാളെ കൊടുക്കാൻ ഇത്തരം കേസ് ആര് കൊടുത്തിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നവളുടെ മനസ്സ് പറഞ്ഞു. അപ്പോൾ രാംദേവ് അവന്റെ ഫോണിൽ സോഷ്യൽ മീഡിയയിലെ ഓരോ ഫോട്ടോസും നോക്കിക്കൊണ്ടിരുന്നു. തന്റെ ഫോട്ടോസും ഓഫ് ചെയ്തും മറ്റും ട്രോളുകൾ ഉണ്ടാക്കി ആളുകൾ ആനന്ദിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത അപമാനമായി തോന്നി. ഇന്നലെ വരെ തന്നെ തോളിൽ കൊണ്ടു നടന്ന ജനം മുഴുവനും ഒരു വാർത്തയോടെ തന്നെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. അവരെയെല്ലാം എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക എന്നവൻ അറിയില്ലായിരുന്നു. തന്നെയും കുടുംബത്തെയും കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന മോശം വാക്കുകളെല്ലാം രാംദേവ് വായിച്ചു നോക്കി. ചില കമന്റുകൾ രാംദേവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വരുന്നുണ്ടായിരുന്നു. അയാൾ തെറ്റ് ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്ന 1-2 പേരെങ്കിലും തന്റെ ഫാൻസിൽ ഉണ്ടല്ലോ എന്ന് രാംദേവ് ആശ്വസിച്ചു. അയാൾ തന്റെ മുറിയിലെ സോഫയിൽ ചാരിക്കിടന്ന് ഓരോ കമന്റുകളും വായിച്ചു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഓഫീസിലെ നീലിമയുടെ ജോലികൾ തീർന്നതുകൊണ്ട് അവൾ അന്ന് നേരത്തെ ഇറങ്ങി. അശ്വിനെ സ്കൂളിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന ഉദ്ദേശവും അവൾക്കുണ്ടായിരുന്നു. കാർ വർക്ക്ഷോപ്പിലായതിനാൽ അവൾ ഒരു ഓട്ടോ വിളിച്ചാണ് വീട്ടിലേക്ക് പോയത്. ഓട്ടോ ഡ്രൈവർ ഫോണിൽ ഇടയ്ക്ക് ആരെയോ വിളിച്ചു സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാര വിഷയവും രാംദേവ് തന്നെയായിരുന്നു. അതെ അതെ, അയാളൊക്കെ അത്ര ചീപ്പാണെന്ന് ആരെങ്കിലും കരുതോ? എന്തായാലും കൊള്ളാം, ഓട്ടോ ഡ്രൈവർ ഫോണിൽ പറഞ്ഞു. നീലിമ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ മനസ്സിലും രാംദേവ് നേരിട്ട് അപമാനമുണ്ടായിരുന്നു. അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് അവൾ ഓട്ടോയിലിരുന്നത്. അപ്പോൾ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച ഓട്ടോ ഡ്രൈവർ നീലിമ കേൾക്കാനായി പറഞ്ഞു. കേട്ടോ മാഡം, ശരിക്കും നടൻ രാംദേവിനെതിരെ റേപ്പ് കേസ് എന്ന് കേട്ടപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കുറ്റത്തിന്. ഛേ, അയാൾ ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുവോ? എന്റെ മോളൊക്കെ ഇവന്റെ ഫാനാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ, അയാൾ പറഞ്ഞു. നീലിമ അത് കേട്ടതായി ഭാവിച്ചില്ല. അല്ല, നടന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയല്ലേ? മാഡത്തിന് ഈ കാര്യത്തിൽ എന്താ തോന്നുന്നത്? ഓട്ടോക്കാരൻ വീണ്ടും ചോദിച്ചു. നീലിമ ആകെ നിയന്ത്രണം വിട്ടുപോയി. നിങ്ങൾക്കൊന്നും മിണ്ടാതെ വണ്ടി ഓടിക്കാമോ? കേറിയത് മുതൽ സഹിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചികഞ്ഞ് കുറ്റം പറയുന്ന സ്വഭാവം അത്ര നല്ലതല്ല. നാളെ നിങ്ങൾക്ക് അയാളുടെ അവസ്ഥ വന്നാലോ? നീലിമ ചോദിച്ചു. ഓട്ടോ ഡ്രൈവർ അങ്ങനെ ഒരു മറുപടി തീരെ പ്രതീക്ഷിച്ചില്ല. അയാളുടെ മുഖം വല്ലാതെയായി. പിന്നെ അവൾ വീട്ടിലെത്തുന്നതുവരെ അയാൾ അവളെ നോക്കിയതുപോലുമില്ല. അശ്വിന്റെ സ്കൂളിൽ അവനെ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് അവനെ സിദ്ധാർത്ഥ വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് നീലിമ അറിയുന്നത്. അതോടെ നീലിമ നേരെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ചെന്നിറങ്ങി. ഓട്ടോ ഡ്രൈവർ അപ്പോൾ അവളുടെ വീട് നോക്കി. അയാളുടെ കണ്ണുകൾ ആ വലിയ വീട് കണ്ട് ആശ്ചര്യത്തിൽ വിടർന്നു. ഓ, വെറുതെ അല്ല ഇത്ര അഹങ്കാരം, പണത്തിന്റെ ഹുങ്കായിരിക്കും. അയാൾ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. നീലിമ ഹാളിൽ ചെന്ന് കയറുമ്പോൾ സിദ്ധാർത്ഥ് കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. നീലിമയെ കണ്ടപ്പോൾ അവന്റെ മുഖം അവൻ അറിയാതെ തെളിഞ്ഞു. നീലിമ പക്ഷേ സിദ്ധാർത്ഥ് ഉള്ളതുകൊണ്ട് ഹാളിലിരിക്കാതെ മുകളിലേക്ക് നടന്നു. അപ്പോൾ മല്ലിക അവളെ പിറകിൽ നിന്ന് വിളിച്ചു. അല്ല, മോള് വന്നോ? ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട മല്ലികാമേ, ഞാനൊന്ന് കുളിക്കട്ടെ, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ നോക്കി. അവൾ അവനെ ശ്രദ്ധിക്കാതെ കയറിപ്പോയി. മുകളിൽ അശ്വിൻ അപ്പോൾ അവന്റെ മുറിയിൽ പഠിക്കുകയായിരുന്നു. നീലിമ അവനെ ശല്യം ചെയ്യാതെ തന്റെ മുറിയിൽ കയറി. താഴെ ഹാളിൽ അപ്പോൾ സിദ്ധാർത്ഥ് അസ്വസ്ഥനായിരുന്നു. നീലിമ എന്തുകൊണ്ടാണ് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അതറിയാൻ തന്നെ തീരുമാനിച്ച സിദ്ധാർത്ഥ് കോഫി കുടിച്ചു തീർത്ത ശേഷം മുകളിലേക്ക് ചെന്നു. നീലിമ അപ്പോൾ കുളി കഴിഞ്ഞിറങ്ങി മുടി തുവർത്തുകയായിരുന്നു. സിദ്ധാർത്ഥ് അവളുടെ മുറിയിൽ കയറി ചെന്നു. നീലിമ അപ്പോൾ മുടി നിവർത്തിയിട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് മുടിയിൽ നിന്നുള്ള വെള്ളം തെറിച്ചു. അവൻ അത് തുടച്ചുകൊണ്ട് മുന്നോട്ട് ചെന്നു. നീലിമ അവനെ കണ്ടില്ല. സിദ്ധാർത്ഥ് അടുത്ത നിമിഷം അവളെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടിട്ടു. പെട്ടെന്നായതുകൊണ്ട് നീലിമ വല്ലാതെ പേടിച്ചുപോയി. മുറിയുടെ വാതിൽ സിദ്ധാർത്ഥ് അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരുന്നു. സിദ്ധാർത്ഥ്, എന്താ ഇത്? വിട്ടെ, നീലിമ പറഞ്ഞു. കിടന്ന് പെടക്കണ്ട, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ ചോദിച്ചാലേ നീ മറുപടി പറയൂ, സിദ്ധാർത്ഥ് അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. നീലിമ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥ്, പ്ലീസ് എന്നെ വിട്, നീലിമ പറഞ്ഞു. വിടാം, അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം. നീ എന്തിനാ എന്നെ കാണുമ്പോ ഇങ്ങനെ മുങ്ങി നടക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ അവനെ നോക്കി. അവന്റെ ശ്രദ്ധ അപ്പോൾ അവളുടെ ചുണ്ടുകളിലായിരുന്നു. മറുപടി പറഞ്ഞില്ലെങ്കിൽ സിദ്ധാർത്ഥ് തന്നെ ചുംബിക്കുമെന്ന് നീലിമയ്ക്ക് തോന്നി. അവൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു. അത് സിദ്ധാർത്ഥനെ കാണുമ്പോ എപ്പോഴെങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാ. പ്ലീസ് വിട്.
നീലിമ അവനെ നെഞ്ചിൽ പിടിച്ചു പിന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് അവളിൽ നിന്ന് നീങ്ങിയില്ല. അവന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു. സോ ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് താൻ മാറി നടക്കുന്നത്. അപ്പോ മാറി നടന്നാൽ എന്താ ശിക്ഷയെന്നറിയണ്ടേ? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ നീലിമ അവനെ ആശ്ചര്യത്തോടെ നോക്കി. സിദ്ധാർത്ഥ് അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പതിയെ അവന്റെ മുഖം താഴ്ത്തി. നീലിമ അവനെ തടയാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അല്പനേരം അങ്ങനെ നിന്നപ്പോഴാണ് നീലിമയ്ക്ക് ബോധം വന്നത്. അവൾ ഉടനെ അവനെ തള്ളിമാറ്റി ചാടി എണീറ്റു. സിദ്ധാർത്ഥ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ, നീലിമ പറഞ്ഞു. അവളുടെ അപ്പോഴത്തെ ഭാവത്തിൽ പക്ഷെ ദേഷ്യത്തെക്കാൾ നാണമായിരുന്നു കലർന്നിരുന്നത്. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. താൻ കടിച്ച പാട് അവളുടെ കഴുത്തിൽ പതിഞ്ഞത് കണ്ട് അവന് സന്തോഷം തോന്നി. അല്പനേരം അവർ പരസ്പരം സംസാരിച്ചില്ല. ഒടുവിൽ വിഷയം മാറ്റാനെന്ന പോലെ സിദ്ധാർത്ഥ് അവളെ നോക്കി. അല്ല, അതൊക്കെ പോട്ടെ, എന്തായിരുന്നു ഇന്ന് വരുമ്പോ തന്റെ മുഖത്തൊരു വിഷമം? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? നീലിമയെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. ആക്ടർ റാമില്ലേ, അവനെ ആരോ റേപ്പ് കേസിൽ പെടുത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അയാൾ പാവമാണ്, അങ്ങനെയൊന്നും ചെയ്തു കാണില്ല, നീലിമ പറഞ്ഞു. നീലിമ മറ്റൊരാളുടെ പ്രശ്നം വളരെ കാര്യമായി പറഞ്ഞത് സിദ്ധാർത്ഥിന് ഇഷ്ടമായില്ല. അവൻ കോപം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. അല്ല, അയാൾ തെറ്റ് ചെയ്തില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? അവനെ ഒരു വട്ടം കണ്ട പരിചയമല്ലേ ഉള്ളൂ, സിദ്ധാർത്ഥ് ചോദിച്ചു. ഒരാളെ മനസ്സിലാക്കാൻ അങ്ങനെ ഒരുപാട് വട്ടം കാണണമെന്നൊക്കെ ഉണ്ടോ? അയാൾ പാവമാണ് എന്നെനിക്ക് തോന്നി, അതങ്ങനെ പറഞ്ഞ്. അയാള് ഇന്നലെ വിളിച്ചിരുന്നു, അപ്പോൾ മനസ്സിലായി അയാൾ നിരപരാധിയാണെന്ന്, നീലിമ പറഞ്ഞു. അവളെ റാം വിളിച്ചെന്ന് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അതെന്തിനവൻ തന്നെ വിളിക്കുന്നത്? അവനും താനുമായി അതിനു മാത്രമുള്ള ബന്ധം എന്താ? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ മുഖം നോക്കി. അവന്റെ മുഖത്ത് ഒരു പൊസസീവ്നെസ് ഭാവമുണ്ടായിരുന്നു. അപ്പോ ഇങ്ങേർക്കെന്നെ വലിയ കാര്യമാണല്ലേ, എന്നാലും പുറത്ത് കാണിക്കില്ല മുരടൻ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. അയാളും ഞാനും തമ്മിൽ ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ഊഹിക്കണ്ട. അല്ല, സിദ്ധാർത്ഥനെന്താ ഇതിൽ ഇത്ര പ്രശ്നം? ഞാൻ അയാളോട് സംസാരിച്ചാലെന്താ? നീലിമ ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് മിണ്ടാതെ അവളെ നോക്കി. നീ എന്റെ മാത്രമാണ്, മറ്റൊരാളും നിന്നോട് അടുക്കുന്നത് എനിക്ക് സഹിക്കില്ല, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. പക്ഷെ അപ്പോഴും അത് തുറന്നു പറയാൻ അവന്റെ ഈഗോ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളെ നോക്കി. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള് നമ്മളെ ഫോൺ വിളിച്ചാൽ എടുത്ത് സംസാരിക്കേണ്ടത് മിനിമം മര്യാദയല്ലേ? അതിനിത്ര ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും എന്തിരിക്കുന്നു? നീലിമ ചോദിച്ചു. സിദ്ധാർത്ഥ് അതിനും മറുപടി പറഞ്ഞില്ല. അവന്റെ മുഖം ദേഷ്യം കാരണം ചുവന്നിരുന്നു. ഒരേ ഫീൽഡിലാണെന്ന് വെച്ച് എപ്പോഴും അയാളെ വിളിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്നാണോ അപ്പൊ നീ പറഞ്ഞു വരുന്നേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാൻ എപ്പോഴും അയാളെ വിളിച്ചോണ്ടിരിക്കുവൊന്നും അല്ല. അയാൾ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ എടുത്തു, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നത്തിൽ നിന്നിട്ട് ഒരാളെ വിളിക്കുമ്പോ ഫോൺ എടുക്കാതിരിക്കാൻ മാത്രം ബോധമില്ലാത്ത ആളൊന്നും അല്ല ഞാൻ. നീ എന്തിനാ അവനൊക്കെ നിന്റെ കാർഡ് കൊടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ വിളിക്കുന്നേ? സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു. അവന്റെ മുഖത്ത് നല്ല കുശുമ്പുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച നീലിമ മനസ്സിൽ പറഞ്ഞു. ഇതിപ്പോ ഇയാൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണോ ഈ കുശുമ്പ് കാണിക്കുന്നത്, അതോ ചുമ്മാ ഷോ ഇറക്കുന്നതാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദേവി. നീലിമ മറുപടി പറയാത്തത് കണ്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. എന്താ, ഒന്നും പറയാനില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥ്, സത്യം പറ, നിങ്ങൾക്ക് ഞാൻ റാമിനോട് മിണ്ടിയാൽ എന്താ പ്രശ്നം? അസൂയ തോന്നുന്നുണ്ടല്ലേ നല്ലോണം? നീലിമ ചോദിച്ചു. അതെ, അസൂയ തന്നെയാണ്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.